ഹലോ ഹലോ, എങ്ങോട്ടാണ് യാത്ര? ഞങ്ങള് പാഞ്ചാലിമേട് പോവാ. എന്താണ്? ചുമ്മാ ഞങ്ങൾ വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കും എല്ലാരും കൂടെ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ പാഞ്ചാലിമേടാണ് നമുക്ക് തൊട്ടടുത്തുള്ളത്. നമ്മൾ വീട്ടിൽ നിന്ന് ഏകദേശം 45 മിനിറ്റ് എന്നാണ് നമ്മുടെ ഡ്രൈവറായ മിസ്റ്റർ സ്നോജി കൃഷ്ണ പറയുന്നത്. 45 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ അവിടെ എത്തിക്കും എന്നാണ് പറയുന്നത്. അപ്പോ നമുക്ക് പാഞ്ചാലിമേട് ഇപ്പൊ സമയം 5:15. ചുമ്മാ ഒന്ന് ചില്ലിയാനായിട്ട് നിങ്ങളെയും ഞങ്ങൾ പാഞ്ചാലിമേട്ടിലേക്ക് സ്വാഗതം ചെയ്യും. മതിലിന്റെ പറയുമ്പോ അങ്ങനെ ചുമ്മാ മണിക്കൽ റബ്ബർ ഫാക്ടറി, റബ്ബർ ഫാക്ടറി. ഡ്രൈവർ അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുന്നതുകൊണ്ടാണ് പ്രേക്ഷകരെ നിങ്ങളെ എനിക്കൊന്നും പയ്യെ കാണിക്കാൻ പറ്റാത്തത്. നമ്മള് പയ്യെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ലൈറ്റ് ഒക്കെ മിസ്സായി പോകും. നമുക്ക് ഒത്തിരി റീൽസ് ഒക്കെ എടുക്കാനുണ്ട്, നമുക്ക് കുറെ സാധനങ്ങൾ എടുക്കാനുണ്ട്. ഇതുവഴി പോകുന്നതാണ് വള്ളിയങ്കാവിലോട്ടെ. വള്ളിയങ്കാവിലോട്ട് പോകുന്ന റൂട്ടാണത്. അങ്ങോട്ട് ഇപ്പത്തിന് ലൈറ്റ് ഡൗൺ ആയി അല്ലേ ഏട്ടാ? പ്രോബ്ലം നമ്മുടെ DJI പോക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ലൈറ്റ് നമുക്ക് അല്ലേ ഏട്ടാ തന്ന് നമ്മളെ സഹായിക്കുന്നതായിരിക്കും. ഇപ്പൊ ഞങ്ങള് പോകുന്നത് ശരിക്കും പറഞ്ഞാല് 35-ൽ നിന്നുള്ളൊരു ഷോർട്ട് കട്ടാണ് പാഞ്ചാലിമേട്ടിലോട്ടുള്ള അല്ലേ ഏട്ടാ? ഷോർട്ട് കട്ടാണ് ശരിക്കും. ആധികാരികമായിട്ട് ഷോർട്ട് കട്ട് എന്ന് പറയാൻ കാരണം അങ്ങനെ പോയാലും ഇങ്ങനെ പോയാലും കിലോമീറ്റർ വ്യത്യാസം അറിയത്തില്ലാത്തതുകൊണ്ടാണ്. സൈഡിൽ കാണുന്ന ഈ ഒരു ചായക്കടയിൽ നല്ല അടിപൊളി വെട്ടുകേക്ക് കിട്ടും. നമ്മള് വെട്ടുകേക്ക് ഈ ചായക്കടയിൽ ഇരുന്നുകൊണ്ട് വെട്ടുകേക്ക് കഴിക്കുന്ന ഒരു വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാരും കയറി കാണണം അല്ലേ ഏട്ടാ? അല്ലേ? നമ്മള് വള്ളിയങ്കാവിലോട്ട് പോകുമ്പോഴേ ഏട്ടാ ഇവിടെ നമ്മൾ ഇറങ്ങി പോകുന്നതാണ് തോട്ടത്തിൽ കൂടെ. വണ്ടി ഇല്ലല്ലോ, ബസ്സൊന്നും ഇപ്പൊ അവിടെ വരെ ചെല്ലത്തില്ലല്ലോ റോഡ് പണി കാരണം. നമ്മൾ ഇവിടം വരെ ബസ്സിന് വന്നിട്ട് പിന്നെ അവിടെ നടന്ന് തോട്ടത്തിൽ കൂടി നടന്നാണ് തെക്കേമല അല്ലേ? എന്ത് പെട്ടെന്ന് കണ്ണാടി എടുത്ത് ഫിറ്റ് ചെയ്ത് ആണോ?
ഭുവനേശ്വരി ദേവി ക്ഷേത്രം. നമ്മൾ പോയിട്ടുണ്ടല്ലോ അതുവഴി ഇറങ്ങി ആ ഒരു ചെറിയ ലാസ്റ്റ് ഇല്ലല്ല ഒരു ചെറുത് കുഞ്ഞു മാവയായിട്ടുണ്ടായിരുന്നപ്പോ ഒരു പ്രാവശ്യം വന്നായിരുന്നു. ഓ മാമാ വഴിയില്ല. ഇല്ല വഴിയില്ല വഴിയില്ല. വണ്ടി 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 ഇവനെ പിടിച്ചു ഓടുന്നു ഇവനുണ്ടല്ലോ. വണ്ടി വണ്ടി ഫൈനലി പാഞ്ചാലിമേട് എത്തിയപ്പോൾ കുറച്ച് ഒന്ന് ഇരുട്ടായിട്ടുണ്ട്. അപ്പം ഓക്കെ, അപ്പം ചെറിയൊരു മഴക്കോളും ഒരു മഴച്ചാറ്റലും ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ പാഞ്ചാലിമേട്ടിലേക്ക് ഉള്ള എൻട്രൻസിലൂടെ ഞങ്ങൾ മുകളിലോട്ട് കയറിയില്ല. ഈ ഹരിക്കുട്ടനും പിള്ളേരും എന്തോ ഈ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എന്റെ ഹരിക്കുട്ട എന്തുവാ ഹരിക്കുട്ട ഈ കാണിക്കുന്നേ? ഒന്നാമത് ആ പിള്ളേർക്ക് പനിയും ചുമയോ ശരിക്കും പൊടിയായി. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ മഞ്ഞൊക്കെ ആയി കഴിഞ്ഞ സമയത്ത്, പ്രത്യേകിച്ച് വിന്റർ സീസണൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ സംസാരിച്ചങ്ങോട്ട് തീരുന്നതിന് മുമ്പ് തന്നെ മഞ്ഞ് വന്ന് നമ്മളെ മൂടി പൊതിഞ്ഞു പോകും. അങ്ങനെ ഒരു പ്രത്യേകതയുള്ളൊരു സ്ഥലമാണിത്. എപ്പോഴാണ് മഞ്ഞ് വന്ന് കയറുന്നതെന്നും ഇറങ്ങി പോകുന്നതെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. പെട്ടെന്നാണ് മഞ്ഞ് വന്ന് ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്നത്. അങ്ങനെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഗുഡ് മോർണിംഗ്. നിങ്ങൾ അപ്പം തൊട്ട് മുൻപുള്ള ആ ഒരു ബിറ്റ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഇരുട്ട് ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതോടുകൂടി നമ്മൾ വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് അതിനെ വിഷമം തീർക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും മാത്രം രാവിലെ 5:30 ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പാഞ്ചാലിമേട്ടിലേക്ക്. ആരുമില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ അവിടെ ഉള്ളൂ. ഒരു തിരക്കുമില്ല, ഒന്നുമില്ല. ഇടിമിന്നൽ ഏൽക്കാൻ സാധ്യത ഉള്ളതിനാൽ ആരും മുകൾ ഭാഗങ്ങളിൽ നിൽക്കാൻ പാടില്ല. എപ്പോഴുമല്ല, ഇടിമിന്നലും ഉള്ളപ്പം. ഓക്കെ, ഇടിമിന്നൽ ഏൽക്കാൻ സാധ്യത ഉള്ളതിനാൽ. നമ്മളിപ്പോൾ ഉള്ളത് പാഞ്ചാലിമേട്ടിലാണ്. പാഞ്ചാലിമേട്ടിനെ കുറിച്ച് ഞാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവർക്കും, ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കും ഇപ്പം ഈ സോഷ്യൽ മീഡിയയൊക്കെ വളരെ ലൈവായിട്ടുള്ളതുകൊണ്ട് പാഞ്ചാലിമേടും പരുന്തുംപാറയൊക്കെ അറിയാം. അപ്പം ഞങ്ങൾ ഇന്നിപ്പോൾ രാവിലെ 5:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 6 മണി 6:15 ആ ഒരു സമയത്താണ് നമ്മളിപ്പോൾ പാഞ്ചാലിമേട്ടിലുള്ളത്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടല്ലോ, നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇരുട്ടായിപ്പോയി. കാരണം ഞങ്ങളിവിടെ എത്തിയപ്പോൾ ലേറ്റായിപ്പോയി. പെട്ടെന്ന് തന്നെ ഇരുട്ട് വീണു. അതുകൊണ്ട് നമുക്ക് ആ വീഡിയോ ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ 5:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഏകദേശം ഒരു 20 മിനിറ്റിനുള്ളിൽ തന്നെ ഞങ്ങളിവിടെ എത്തി. ഞങ്ങൾ തന്നെ പാഞ്ചാലി കയറിക്കൊണ്ടിരിക്കുകയാണ്. മല ഇങ്ങനെ പാഞ്ചാലിമേടിൻ്റെ എൻട്രൻസ് കടന്ന് അകത്തേക്ക് കയറി അകത്തോട്ടുള്ള കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏട്ടൻ ആദ്യമായിട്ട് പാഞ്ചാലിമേട് വരുന്നത് എപ്പോഴാ? എന്തേലും കല്യാണത്തിന് മുമ്പ് വന്നിട്ടില്ലേ? ഇല്ല, ശരിക്കും? അതെ, ലൈഫ് എൻജോയ് ചെയ്യാൻ തുടങ്ങി. നോക്കി,
എനിക്കിത് മറ്റേ ഭുവനേശ്വരി ക്ഷേത്രത്തിൻ്റെ അത് തന്നെ, പാഞ്ചാലിമേട് ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രം. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഈ നമ്മുടെ പാണ്ഡവരും അവരുണ്ടായിരുന്ന സമയത്തെ പാഞ്ചാലിയും പാണ്ഡവരും കൂടെ ഒളിവിൽ താമസിച്ചതാണല്ലോ ഇവിടെ പാഞ്ചാലിമേടിൽ. അപ്പം അവരപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവരുടെ ഒരു ദേവതയുണ്ടായിരുന്നു, ഒരു ദേവി. അപ്പോൾ അവർ ഇവിടുന്ന് പോകാൻ വനവാസ ആ കാലത്ത് അത് കഴിഞ്ഞ് അവർ പോകാൻ നേരം ഇവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു, ഈ ദേവിയെ നിങ്ങൾ ആരാധിച്ചു എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ ആ ദേവിയെ ഇവിടുത്തെ ആൾക്കാർ ആരാധിക്കാൻ തുടങ്ങി. അപ്പം ആരാധിക്കാൻ തുടങ്ങിയപ്പം പറ്റിയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പാണ്ഡവർ അവർ പ്രാർത്ഥിച്ച രീതിയിലായിരുന്നില്ല നാട്ടുകാർ പ്രാർത്ഥിച്ചത്. അപ്പം അവരുടേതായ രീതിയിൽ മാറ്റം വരുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അതിന് നെഗറ്റീവ് എഫക്റ്റ് ജനങ്ങളിൽ വരാൻ തുടങ്ങി. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ദേവി അത്ര ഹാപ്പി അല്ല, സാറ്റിസ്ഫൈഡ് അല്ല, ഇറിറ്റേറ്റഡ് ആയി. അങ്ങനെ ആ ദേവിയാണ് ഇവിടുന്ന് ഓടിച്ചെന്ന് വള്ളിയങ്കാവിലിരിക്കുന്ന ദേവി ആ ദേവിയാണ്. ഓക്കെ, അപ്പോൾ വള്ളിയങ്കാവിൽ അമ്മയുടെ ഒരു മൂലസ്ഥാനം എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും ഇതാ നമ്മുടെ പാഞ്ചാലിമേട. ഇല്ല, അവിടെ പുള്ളിക്കാരി സെറ്റായിരുന്നു. വ്യൂ പോയിന്റ് ആണെന്ന് തോന്നുന്നു അല്ലേ. ഇത് ഇത് മറ്റേ കുരിശിൻ്റെ സംഭവം കേട്ടോ, കുരിശിൻ്റെ വഴി. അതായത് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ ദുഃഖവെള്ളിക്ക് ഇവിടെ നല്ല തിരക്കായിരിക്കും. ദുഃഖവെള്ളി ദിവസമില്ലേ, ഈ കുരിശിൻ്റെ വഴി ആൾക്കാർ പോകുന്നതുകൊണ്ട് ഇവിടെ നല്ല തിരക്കാണ്. അപ്പം 2 കാര്യങ്ങളിലാണ് ഇവിടെ നല്ല തിരക്ക് വരുന്നത്. ഒന്ന് ദുഃഖവെള്ളി, 2 ശബരിമലയിലെ മകരവിളക്ക്. ഇത് രണ്ടിനും ഇവിടെ നല്ല തിരക്കായിരിക്കും. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പൊന്നമ്പലമേട്ട് നല്ല കൃത്യമായിട്ട് കാണാം, മകരവിളക്ക് നല്ല കൃത്യമായിട്ട് കാണാം. അതാണ് അതിൻ്റെ മെയിൻ റീസൺ.
അതല്ല അവിടെ ഓപ്പണാണല്ലോ ചായ. അവിടെയാണോ? അല്ല ഞാൻ വീഡിയോ പിടിക്കാൻ വേണ്ടി പോയി. ഇവിടെ പുലി ഇറങ്ങിയെന്നൊക്കെ പറയുന്നത് ശരിയാണോ? ആണോ? മറ്റേ ഇവിടെ ഒരു വീഡിയോ ഫെസ്റ്റിവൽ ചാനലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ഇവിടെ. ഒരു ദിവസം വന്നു പോയതാ. ആ പുലി ഒരെണ്ണം മാത്രം. പുലിയും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്ക് അങ്ങനെ ഒരു ഭീഷണിയൊന്നും ഇല്ലല്ലോ അല്ലെ ഇവിടെ? ആ ആരും കണ്ടതായിട്ടുണ്ടോ? കണ്ടായിരുന്നു അല്ലേ? പുലി അങ്ങനെ നിക്കിയിരുന്നേ. ഒരിടത്തായിട്ട് നിക്കില്ല. അന്നേരം വിട്ടു പോകും. ചായയുടെ സമയമായോ? 2 ചായ എടുത്താൽ. ആണോ? ബ്രദറാണല്ലോ ആദ്യം വന്ന്. നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ ഇതിലും നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.